Hallelujah. Praise you, Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. Hallelujah, hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധനേ, ഞങ്ങളങ്ങി വാഴ്ത്തുന്നു, ഞങ്ങളങ്ങി സ്തുതിക്കുന്നു. Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah, hallelujah. Glory to God, glory to God. Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. Thank you, Jesus. Thank you, Jesus. Praise the Lord. Hallelujah. Technical problem. Amen. നേരിട്ടത് കൊണ്ട് ആമേൻ പ്രാർത്ഥിച്ചാരംഭിച്ച ആരാധന ആമേൻ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ഹല്ലേലൂയ കൂട്ടായ്മയിൽ ആമേൻ വിവിധ ഇടങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുക്കുന്നു. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ വീണ്ടും ആമേൻ ഇത് സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. നിങ്ങൾ വിചാരിക്കരുത് ആമേൻ ഇത് ആമേൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്ന്. ഒരിക്കലുമല്ല ദൈവമക്കളെ. ആമേൻ ടെക്നിക്കൽ പ്രോബ്ലം വന്നതുകൊണ്ടാണ് ഇത് വീണ്ടും ആമേൻ അത് ലൈവ് ചെയ്യുവാനായിട്ട് ആമേൻ വന്നിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മീഡിയയിലൂടെ ഇന്ന് പകൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് പകൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് പകൽ ആദി പിതാക്കന്മാർ ആത്മാവിന് സത്യത്തിലും ആരാധിച്ചതുപോലെ അങ്ങേ ആരാധിപ്പാനായി കടന്നു വരുന്ന ദൈവജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ആ മാർക്കോസിന്റെ മാളിക മുറിയിൽ ഒരുമനപ്പെട്ട് ഏകാഗ്രതയോടെ ഇരുന്ന ആ ശിഷ്യന്മാരുടെ മേൽ, ആ 120 പേരടങ്ങുന്ന സംഘത്തിന്മേൽ പകർന്ന ആത്മാവിന്റെ അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ പകരണമേ. ഏക ആത്മാവിൽ പാടുവാൻ, ഏക ആത്മാവിൽ ആരാധിപ്പാൻ, ഏക ആത്മാവിൽ സ്തുതിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ പ്രവൃത്തി വലുവനായ ദൈവത്തിന്റെ കരം ഇന്ന് പകൽ വിശ്വസിക്കുന്ന തന്റെ മക്കൾക്ക് അനുകൂലമായി ചലിപ്പാൻ ഇടയാകട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത വ്യാപാരത്തിന്റെ ശക്തി ഈ പ്രാരംഭത്തിൽ മുട്ടോളമല്ല അരയോളമല്ല നീണ്ടിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വിധത്തിൽ പരിശുദ്ധാത്മാവ് അതിലൂടെ നീണ്ടുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഉയരത്തിൽ അത്യന്ത വ്യാപാരത്തിന്റെ ശക്തി ഈ പ്രാരംഭത്തിൽ കടന്നു വരുന്ന ദൈവജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയ്ക്കെതിരായി, കൂട്ടായ്മയ്ക്കെതിരായി, ആത്മീയ ശുശ്രൂഷയ്ക്കെതിരായി അത് വാദിച്ചു നിൽക്കുന്ന എല്ലാ പൈശാചിക പോരുകളെ സ്വർഗത്തിൽ ഭൂമിക്ക് അധികാരം പ്രാപിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പകൽ ശാസിച്ച് പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ദൈവത്താൽ മതിൽ ചാടിക്കിടക്കുമെന്നുള്ള തിരുവചന പ്രകാരം ഇന്ന് പകൽ പാടി ആരാധിപ്പാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ഉയരത്തിലെ കൃപ എല്ലാവരുടെ മേൽ പകർന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ആദ്യം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവ ദൈവം കൂടെ ഇരിക്കണം. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടത്തേക്ക് മാത്രം അർപ്പിക്കട്ടെ. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നു യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. എത്രയോ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, എത്രയോ തലമുറകൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, എത്രയോ ജീവിത പങ്കാളികളെ നഷ്ടപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാർ, അങ്ങനെ ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വിവിധ നിലകളിൽ കണ്ണുനീരും ദുഃഖവും പേറി കഴിയുന്ന ആയിരക്കണക്കിന് ജനതകളെ നമുക്ക് ചുറ്റും കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, കോഴി തൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിന്റെ മീതെ വഹിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ഇന്നേക്ക് 2021 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ആമേൻ അതെ ജനിക്കുവാൻ തക്കവണ്ണം ആമേൻ അനുവദിച്ച
കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ആമേൻ അവിടുത്തെ മക്കളെന്ന പദവിയിൽ ഈ ഭൂമിയിലായിരിക്കുന്നവർ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഹല്ലേലൂയ ജീവിക്കുന്ന തന്റെ മക്കൾ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും ഒക്കെ വിടുവിച്ച ആ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ളവരായി അവനെ സ്തുതിക്കണമെന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് താമസിച്ചത് കൊണ്ടും നമ്മുടെ ആയുസ്സിനെ ആരോഗ്യത്തെ ദൈവം വർദ്ധിപ്പിച്ചത് കൊണ്ടും ആമേൻ ഈ ഭൂമിയിൽ ആമേൻ ഈ ഉച്ച സമയത്ത് ആമേൻ കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുക. അത് സന്തോഷമായി കാണുന്നവർ ആയിരിക്കുന്നിടത്തിരുന്ന് ആ അധരങ്ങളെ തുറന്ന് ആ കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കൊടുക്കാതെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Father. Thank you, Jesus. Thank you, Holy Spirit. Hallelujah, hallelujah. ഇന്ന് പകൽക്കാലം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പ്രബോധിപ്പിച്ച് ആമേൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ആമേൻ നാം കൂടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാരംഭത്തിൽ ആമേൻ നമുക്ക് 103 സങ്കീർത്തനം വായിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 103 സങ്കീർത്തനം. Praise the Lord. Hallelujah. ഹാലലൂയ, ഹാലലൂയ. സങ്കീർത്തനം 103 ചേർന്ന് വായിക്കാം. ഹാലലൂയ. എല്ലാവർക്കും ദൈവത്തിന് എഴുന്നേൽക്കാം. നിങ്ങൾ ആയിരിക്കുന്നിടത്ത് സാഹചര്യം അനുവദനീയമാണെങ്കിൽ ആമേൻ ഞങ്ങളോട് ചേർന്ന് വായിച്ചാലും. ഹാലലൂയ. ആമേൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് പകൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. എൻ മനമേ യഹോവേ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവേ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുവരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും മത്സരിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തുവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ ഉറക്കെ വായിച്ചാൽ നമ്മുടെ അകൃത്യങ്ങൾ കൊത്തുവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന്റെ മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം ഓടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂപോലെ അവൻ പൂക്കുന്നു. കാറ്റടിന്മേൽ അടിക്കുമ്പോൾ അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. യഹോവയുടെ ദൈവോ എന്നും എന്നേക്കും അവന്റെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ സകല ദൂതന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷകന്മാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സർവശക്തനായ ദൈവത്തെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഉയർന്നു പൊങ്ങി വന്നാലും അതൊന്നും സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നൽകിയ നന്മകളെ ഓർത്ത് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിപ്പാൻ കടപ്പെട്ടവരാ ദൈവമക്കൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം Praise the Lord. Hallelujah, hallelujah. ഇന്ന് പകൽക്കാലം ആ കർത്താവിനെ പാടി ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഭക്തൻ പറയുകയാണ്, അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ
യഹോവയെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. പ്രിയമുള്ളവരെ, ആർക്കാണ് ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്? ആർക്കാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ. അവന്റെ വചനം കേട്ട്, ഹല്ലേലൂയ, ആമേൻ, അതെ, അവന്റെ ശബ്ദം കേട്ട്, ഹല്ലേലൂയ, ആമേൻ, അവന്റെ ആജ്ഞ അനുസരിക്കുന്നവർക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവർക്കാണ് ഈ ഭൂമിയിൽ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? അവനെ ആരാധിക്കുവാൻ കഴിയുന്നത്, അവനെ സ്തുതിക്കുവാൻ കഴിയുന്നത്. ആമേൻ. നമ്മുടെ മുമ്പിൽ അനവധി തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. എന്നാൽ അതിനെയൊന്നും വകവെക്കാതെ, ഹല്ലേലൂയ, ഇന്ന് പകൽ ഈ കർത്താവിനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ, കൃപ ലഭിച്ച ദൈവമക്കൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്, സ്തുതികളിമേ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം, ആമേൻ, നന്ദിയുള്ള ഹൃദയത്തോടെ ചേർന്ന് പാടാം. എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ഓ എന്താതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ സിന്ധു സമാനം സന്തതം കാണുന്നു ഞാൻ, അതു ചിന്തയിലടങ്ങ Amen.
ആമേൻ. തുടർന്ന് നടക്കുന്ന കൂട്ടായ്മയുടെ അനുഗ്രഹത്തിനായിട്ട് ആമേൻ. എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബിജു PR ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കുവാൻ ആഗ്രഹമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് നിറവടിയായി നടക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ കൂട്ടായ്മയിൽ ആമേൻ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ആമേൻ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ ആമേൻ ദൈവത്തെ ആരാധിപ്പാൻ ആമേൻ അതേ സന്തോഷത്തോടെ കടന്നു വരുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെ എല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആമേൻ സോഴ്സിലൂടെ, നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന മാധ്യമത്തിലൂടെ ആമേൻ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന
ഈ കൂട്ടായ്മയിൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഇന്ന് പകലിൽ ആമേൻ അത് എന്തെന്നില്ലാത്ത ആമേൻ ചില ബുദ്ധിമുട്ടുകൾ ആമേൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. പ്രിയമുള്ളവരെ, ടെക്നിക്കൽ ആമേൻ അത് ഇറർ കാണിക്കുന്നു. ടെക്നിക്കൽ പ്രോബ്ലം ആമേൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആമേൻ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളെ പ്രാർത്ഥനയിലൂടെ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് ആമേൻ. ഇന്ന് പകൽ ആമേൻ അത് എന്ത് തന്നെ പ്രോബ്ലം ആയിരുന്നാലും അതിനെ അതിജീവിച്ചുകൊണ്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് കൂട്ടായ്മ കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കും, ബലപ്പെടുത്തും, ശക്തീകരിക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. അത് സാമ്പത്തികമാണ് എല്ലാത്തിന്റെയും മുന്നിൽ ആവശ്യമായിരിക്കുന്നതെന്ന് ആമേൻ ലോക ജനത പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ഈ ഫേസ്ബുക്കിലൂടെ ആമേൻ അത് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് സാമ്പത്തികം ആവശ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ് ആമേൻ. ടിവിയിലൂടെ ആത്മീയ പ്രോഗ്രാം ചെയ്യുമ്പോൾ സാമ്പത്തികം ആവശ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും ആമേൻ സാമ്പത്തികമായ ആവശ്യങ്ങളുണ്ട്. കാരണം ഇതിന്റെ ആപ്ലിക്കേഷൻ ആമേൻ ഇതിന്റെ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആമേൻ അവരെ ലിമിറ്റേഷൻ തരുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ആമേൻ നേരിടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് വായിക്കപ്പെട്ട തിരുവചനത്തിലേക്ക് ആമേൻ ദൈവമക്കളുടെ ശ്രദ്ധയെ ആമേൻ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. ദൈവത്തിന്റെ കരുണയുടെ മഹത്വം പ്രൈസ് ദി ലോർഡ് ഇന്ന് പകൽ ആമേൻ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിന്റെ മധ്യ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ് ആമേൻ. മുഖവര പറഞ്ഞ സമയം പോക്കാതെ ആമേൻ ഈ കഷ്ടങ്ങളും ഭാരങ്ങളും വേദനകളും നിരാശകളും ആകുലതകളും നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയിൽ ആമേൻ ദൈവത്തിൽ നിന്ന് സമാധാനവും സന്തോഷവും ആഗ്രഹിച്ച് ദൈവപാദപീഠത്തിങ്കൽ മുഴങ്കാൽ മടക്കുന്ന തന്റെ മക്കൾക്ക് ആമേൻ ഉയരത്തിലെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഈ പകൽ പകർന്ന് ജയത്തോടെ ഈ ഭൂമിയിൽ ശിഷ്ടായുസ് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവനെയും ഇന്ന് പകൽ അനുഗ്രഹിപ്പാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ അക്കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ ആമേൻ. നാം വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. 103 സങ്കീർത്തനമാണല്ലോ ഇന്ന് പകൽ നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ആദ്യത്തെ 1, 2, 3 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ആമേൻ എന്തുകൊണ്ടാണ് ഭക്തൻ ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഇടയായി തീരുന്നതെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. അവൻ സകല രോഗങ്ങളിൽ നിന്നും അവൻ ചെയ്യുന്നു ആമേൻ സൗഖ്യമാക്കുന്നു. ആമേൻ. സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ വീണ്ടെടുക്കുന്ന, വിടുവിക്കുന്ന, സൗഖ്യമാക്കുന്ന ആമേൻ ദൈവത്തെ ദൈവം നൽകിയ നന്മകളെ ഓർത്ത് മൗനമായിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് സങ്കീർത്തനക്കാരൻ മതിമറന്ന് ദൈവത്തെ സ്തുതിക്കുകയാ. അങ്ങനെ സ്തുതിക്കുവാൻ കഴിയണമെങ്കിൽ അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവരായിരിക്കണം. ഇന്ന് പകൽ അങ്ങനെ കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അതേ സങ്കീർത്തനം 103 11 വാക്യമാണ് ആമേൻ കീ വാക്യമായി ആ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് ഇന്ന് പകൽ ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. വാസ്തവമായും പ്രാർത്ഥനയോടെ ഇന്ന് പകൽ നിങ്ങൾ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ വലിയവനായ ദൈവം നിങ്ങളോട് കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യും. വായിക്കാം 103 സങ്കീർത്തനം 11 വാക്യം. പ്രിയമുള്ളവരെ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ പ്രൈസ് ദി ലോർഡ് അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലിയതായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് ഹല്ലേലൂയ ആമേൻ മേപ്പോട്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്ന ആകാശ വിധാനമുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ആകാശം ഹല്ലേലൂയ. ഈ ആകാശം ദൈവത്തിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നുവെന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആമേൻ ദൈവം വാക്കിനാൽ സൃഷ്ടിച്ച ഈ ഭൂമിയുടെ പരപ്പിൽ ആയുസ്സോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ മേപ്പോട്ട് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ആ അകലച്ചയുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ നിന്ന് എന്തുമാത്രം ഉയർന്നാണോ ഇരിക്കുന്നത് അതുപോലെ അവന്റെ ദയ തന്റെ ഭക്തന്മാരോട് വലിയതായിരിക്കുന്നുവെന്ന് ആമേൻ അത് ഗ്രഹിക്കുവാൻ കഴിയുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. സ്വർഗം ഭൂമിക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ആമേൻ അവനെ ഭയപ്പെടുന്നവരോടുള്ള അവന്റെ കരുണയും വളരെ വലുതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു കണ്ണിനും
തോന്നാതിരിക്കുമ്പോൾ കരുണാമയന്റെ കരുണയുള്ള കണ്ണ ഇന്ന് നിന്നെ കണ്ട് ആമേൻ നിന്നോട് കരുണ കാണിക്കുന്നതിന്റെ വലുപ്പത്തെ ഭക്തൻ വർണ്ണിച്ചിരിക്കുന്നതാ നാം വായിച്ചത്. ആകാശ ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭക്തൻ വർണ്ണിക്കുകയാ. ആമേൻ. 36 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത ആമേൻ മേഘങ്ങളോളം എത്തുന്നു. തീർന്നില്ല. 57:10 ആമേൻ വായിക്കുമ്പോൾ അവിടെ ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, അളക്കുവാൻ പാടില്ലാത്ത അകലത്തിൽ എന്നർത്ഥം. ഹല്ലേലൂയ. ദാവീദ് എന്ത് ചെയ്യാ? വെളിപ്പെടുത്തുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ കരുണ നമ്മോട് വളരെ വലുതാണ് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഇത് യഹോവയുടെ നാമം തുടർച്ചയായി അനുഗ്രഹിക്കുന്നതിനുള്ള ആമേൻ ഒരു വഴിയായി വെളിപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരുണ അളക്കുവാനാവില്ല. ഹല്ലേലൂയ. ആമേൻ. ഭൂമിക്ക് മുകളിൽ എത്ര ദൂരെയാണെന്ന് ആമേൻ പരിഗണിക്കുക സാധ്യമ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാരുണ്യം ആമേൻ തന്റെ മക്കളോട് എത്ര വലുതാണ് എന്ന് ആമേൻ അലങ്കാരികമായി ആമേൻ ഭക്തൻ ആമേൻ തന്റെ അധരം ചലിപ്പിച്ച് ഹല്ലേലൂയ പറയുകയും തൂലിക ചലിപ്പിച്ച് എഴുതുകയും ചെയ്തിരിക്കുന്നത് ഇന്ന് പകൽ നാം ചേർന്ന് വായിക്കുമ്പോൾ ഹല്ലേലൂയ ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, ആകുലതയോടായിരിക്കുന്ന ദൈവ പൈതലേ, ഒരു കണ്ണും നിന്നെ കണ്ട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ നിന്നോട് കരുണ കാണിക്കുന്ന സ്നേഹവാനായ ദൈവത്തിന്റെ ആ കരുണയുടെ വലുപ്പത്തെ കുറിച്ച് നീ അറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കാരുണ്യം, ആമേൻ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ കരുതൽ, ഹല്ലേലൂയ, തന്റെ മക്കളോട് എത്ര വലുതാണ്. അതെ, ദൈവത്തിന്റെ മക്കളായി നാം അനുഗ്രഹിക്കപ്പെട്ടവരാൻ ഈ ഭൂമിയിൽ അതെ തല ഉയർത്തുവാൻ തക്കവണ്ണം കൃപ ലഭിച്ച ദൈവമക്കളെ അനുവദിക്കാതെ അവർക്കെതിരെ ഉയരുന്ന ഇരുളിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രേ ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇന്ന് പകൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊണ്ടേക്ക്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കരുണ നിങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനും പ്രൈസ് ദി ലോർഡ് സമ്പന്നതയുടെ ആമേൻ നിലവാരത്തിലേക്ക് ഉയർത്തുവാനും ഉതകുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. അത് നിങ്ങളെ മഹാന്മാരായി ഹല്ലേലൂയ ആമേൻ മഹാന്മാരായ നിലവാരത്തിലേക്ക് ബന്ധിപ്പിക്കുവാനും അത് നിങ്ങളെ ആരിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആമേൻ അതെ നിങ്ങളിലൂടെ ഈ അനുഗ്രഹങ്ങൾ, ഈ നന്മകൾ, ആമേൻ ഈ നിത്യജീവന്റെ വചനങ്ങൾ അനേകരിലേക്ക് ഒഴുകുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ഭക്തനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നവനാണ് ദൈവം. ഇന്ന് പകൽ ആമേൻ അതെ ഒരു ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് ഭക്തൻ രുചിച്ചറിഞ്ഞിട്ട് വർണ്ണിക്കുമ്പോൾ അത് കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് നിന്റെ സാഹചര്യം എന്തുമാകട്ടെ ആമേൻ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ ആരാധിക്കാൻ സമർപ്പിക്കുന്ന നിന്നെ അതെ ഉയർത്തുവാൻ ദൈവം ശക്തൻ എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർ സന്തോഷത്തോടെ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നൻ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. ആമേൻ. മുഴുവനായും തന്നെ തന്നെ നൽകുന്നതിനുള്ള ആ കൃപ യേശുവിനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തനിക്കുള്ളതെല്ലാം സ്നേഹത്തിൽ യേശു നൽകുകയുണ്ടായി. ആമേൻ. ആയതിനാൽ യേശു എല്ലാവർക്കും ഒരു മാതൃകയായി തീർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ആമേൻ സമ്പന്നതയിലേക്ക് ഉയർത്തുവാൻ ഹല്ലേലൂയ ആമേൻ അതെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങളിൽ ആമേൻ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, സത്യത്തിൽ ഹല്ലേലൂയ ഈ ഭൂമിയിലായിരിക്കുന്ന മനുഷ്യരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നുവെന്ന് യേശു പ്രഖ്യാപിക്കുകയുണ്ടായി. ഹല്ലേലൂയ.
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് ദൈവവൈതലാക്കി ഈ ഭൂമിയുടെ പരപ്പിൽ ആക്കി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തത ആമേൻ തിരിച്ചറിയുന്ന ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് അവസാനമില്ല. ആമേൻ. അവൻ ഈ ഭൂമിയിൽ വന്ന് ഹല്ലേലൂയ മരിച്ച് മണ്ണോട് മണ്ണാകുവാൻ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് അതേ നിത്യനായ ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുവാനാണ്. ഹല്ലേലൂയ. ആമേൻ. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ആരാ? മറിയ. പ്രൈസ് ദി ലോർഡ്. കൃപ ലഭിച്ച മറിയ. ആമേൻ. അതേ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ചീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ ആമേൻ പശുത്തൊട്ടിയിൽ കിടത്തി. എന്തിനാ ഈ വേദഭാഗം വായിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ അത് ജനിച്ചപ്പോൾ ഒരു ദരിദ്രനായിട്ടാ ജനിച്ചതെന്ന് ആമേൻ അതെ പറയുവാനാണ് ഈ വേദഭാഗം ഇപ്പോൾ വായിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ദരിദ്രനായി തീർന്നു. കാരണം ഒരു സമ്പന്നതയുള്ള കുടുംബത്തിലെ ആമേൻ ഒരു ആമേൻ സഹോദരിയാണ് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്നതെങ്കിൽ ആമേൻ ആ നാട്ടിലെ ഏറ്റവും വലിയ ആമേൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലായിരിക്കും. ഹല്ലേലൂയ. നോക്കണമേ, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ആമേൻ റിസറക്ഷൻ ചെയ്ത ആമേൻ അത് വിളിച്ചു പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ട് ആമേൻ വളരെ ഉന്നതയിൽ ഇരിക്കുന്നവര് ആമേൻ അതെ ആമേൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ ആമേൻ ചിലരെയൊക്കെ റെക്കമെൻഡ് ചെയ്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ആമേൻ കാര്യങ്ങൾ നടത്താമായിരുന്നു. പക്ഷേ ആമേൻ സമ്പന്നൻ ആക്കുവാൻ ദരിദ്രനായി പിറന്നവൻ. ഹല്ലേലൂയ. യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ആമേൻ ഈ ഭൂമിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചത് ആമേൻ വഴി ആമേൻ ആമേൻ വഴി വഴിയിൽ ഹല്ലേലൂയ കിടത്തിയത് പശുത്തൊഴുത്തിൽ. ഹല്ലേലൂയ. ആമേൻ. യേശു വളർന്നപ്പോൾ പറയുകയാണ്, കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടം ഇല്ല എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അങ്ങനെ ഈ ഭൂമിയിൽ ആയിരിക്കുന്ന യേശു ആമേൻ 17-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണുന്നത്, എങ്കിലും നാം അവർക്ക് ഇടച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കുക, അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുര പണം കാണും, അത് എടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക എന്ന് പറഞ്ഞു. നോക്കണമേ, ആമേൻ യേശു കർത്താവ് സമ്പന്നതയുടെ മടിത്തട്ടിലാണ് ഇവിടെ പിറന്നു വീണതെങ്കിൽ ക്രൈസ്ത ലോർഡ് തന്നെ അനുഗമിക്കുന്ന ശിഷ്യന് ആമേൻ ആ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യാമായിരുന്നു? ആമേൻ കൊടുക്കാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, യേശു പറയുകയാണ്, എനിക്കും നിനക്കും വേണ്ടി നീ എന്ത് ചെയ്യണം? അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവിടുവാൻ അതേ കർത്താവ് കണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കളെങ്കിൽ ആമേൻ വൈമനസ്യം കാണിക്കാതെ താങ്കളുടെ കുടുംബത്തിനു വേണ്ടി ആമേൻ അധ്വാനിക്കുന്നതോടൊപ്പം കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിനു വേണ്ടി ഹല്ലേലൂയ കൊടുക്കുവാൻ നീ സമർപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ. ശ്രദ്ധിച്ച്, ഈ ഭൂമിയിലെ ആമേൻ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്ന കർത്താവ് പറയുകയാണ്, ആമേൻ എനിക്കും നിനക്കും വേണ്ടി ആമേൻ നീ എന്ത് ചെയ്യണം? കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ഭൂമിയിലെ കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനം നടക്കണമെങ്കിൽ ആമേൻ സാമ്പത്തികം ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. സാമ്പത്തികമില്ലാതെ കണ്ട് ഇന്ന് പകൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ആരാധന ആമേൻ ടെലികാസ്റ്റ് ചെയ്ത് ആമേൻ അതേ ലോകത്തിന്റെ അറ്റത്തോടെ എത്തിക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ആമേൻ സ്വത്രം പറഞ്ഞാട്ട് ആമേൻ യേശു കർത്താവ് ആമേൻ സമ്പന്നനായിരുന്നിട്ടും അവൻ ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ആമേൻ മാനസാന്തര പ്രസംഗങ്ങൾ നടത്തി മുമ്പോട്ട് പോകവേ തന്നെ അനുഗമിച്ച പത്രോസിനോട് പറയുകയാണ്, അതെ ഈ ആവശ്യം നിറവേറ്റാൻ നീ ആമേൻ അധ്വാനിച്ചിട്ട് അതിൽ നിന്ന്
കിട്ടുന്നതിന്റെ ഓരോഹരി നിനക്കും എനിക്കും വേണ്ടി ദൈവമക്കളെ ഇന്ന് പകൽക്കാലം ആമേൻ സത്യം ഉൾക്കൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അതേ ചെലവിടുവാൻ അതേ പത്രോസിനെ പോലെ ആമേൻ കർത്താവ് പറഞ്ഞത് കേട്ട് ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ വലുതായിരിക്കുകയാ, സന്തോഷിപ്പിനെന്ന. ഹല്ലേലൂയ. നോക്കുക, എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മീനിനെ എടുക്ക. അതിന്റെ വായ് തുറക്കുമ്പോൾ ഒരു ചതുരദ്രഹ്മ പണം കാണും, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്ക എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വൈമനസ്യം കാണിക്കാതെ കൊടുക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ആമേൻ അതേ പത്രോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആമേൻ പത്രോസിനോട് പറഞ്ഞത് എന്തുവാ? നീ ചെന്ന് ഹല്ലേലൂയ കടലിലേക്ക് ചെന്ന് ഹല്ലേലൂയ. അപ്പോ ആമേൻ അതേ കടലിലേക്ക് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന, അപ്പം ആമേൻ അതേ ആ ചൂണ്ടല് കോർക്കുമ്പോഴും ആമേൻ ഇടുമ്പോഴും അവൻ കണ്ടില്ല. പക്ഷേ യേശു കർത്താവിന്റെ വാക്കു വിശ്വസിച്ച് അവൻ ചെന്ന് ചൂണ്ടൽ എടുത്ത് ഇട്ടപ്പോൾ ഹല്ലേലൂയ ദൈവം പറഞ്ഞത്, അവിടെ കർത്താവ് പറഞ്ഞത് അതെ അവൻ അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുകയാ. ആ നന്മ അവന് കിട്ടിക്കഴിഞ്ഞപ്പോ അവന്റെ ആവശ്യങ്ങൾക്കും ഹല്ലേലൂയ കർത്താവിന്റെ ആവശ്യങ്ങൾക്കുമായി അത് വിനിയോഗിക്കുവാൻ തക്കവണ്ണം പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏകദേശം 9 മണി നേരത്തെ യേശു ഹല്ലേലൂയ ആമേൻ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകുക. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്തിനാ? ആമേൻ ദൈവത്തിന്റെ കരുണ എത്ര വലിയതാ എന്നുള്ള ആ വലിപ്പത്തെ സങ്കീർത്തനക്കാരൻ നമുക്ക് അലങ്കാരികമായ ഭാഷയിൽ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി തന്നു. ആമേൻ ആ കരുണയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ നമ്മുടെ കർത്താവ് ആമേൻ ദരിദ്രനായി പിറന്നു. ഹല്ലേലൂയ. അതെ, സ്വന്തമായി ആമേൻ കർത്താവിന് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യനോട് പറഞ്ഞു, നീ എനിക്കും നിനക്കും വേണ്ടി പോയി നീ അധ്വാനിക്കണം. പ്രൈസ് ദി ലോർഡ്. അതെ, വൈമനസ്യം കാണിക്കാതെ അതെ തന്നെ അനുഗമിച്ച പത്രോസ് പിൻകാലത്ത് ആമേൻ നടന്നു പോകുമ്പോൾ രോഗി സൗഖ്യമാകുകയാ. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുമ്പോൾ ആയിരങ്ങൾ വിടുവിക്കപ്പെടുകയാ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 9 മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മാ ശബത്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. ആമേൻ സമ്പന്നതയുടെ മടിത്തട്ടിലായിരിക്കുന്നവരാണെങ്കിൽ ആമേൻ അതെ നിലവിളിക്കാനൊന്നും തയ്യാറാകത്തില്ല. അങ്ങനെയല്ലേ? ഒരു രോഗം വന്ന ആമേൻ ഉടനെ ആംബുലൻസ് വരാൻ പറയത്തില്ല, ബെൻസ് കാർ വരാനാ പറയുക. കാരണം ആംബുലൻസ് വരുന്നത് എന്താണ്? ബോഡി കൊണ്ടുപോകാനൊക്കെ അല്ലേ. അപ്പോ ആമേൻ സമ്പന്നതയുടെ മടിത്തട്ടിലിരിക്കുന്ന ഒരു വ്യക്തി രോഗം ആദ്യ പിടിച്ചു കഴിഞ്ഞാൽ ആമേൻ വാഹനത്തെ വരുത്തും. ആമേൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് പോകും. കാരണം അവർക്ക് നിലവിളിക്കാൻ ഒക്കത്തില്ല. ആമേൻ ആമേൻ വേദന സംഹാരികളും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റുകളൊക്കെ തേടും. ആമേൻ മരണം ചിലപ്പോൾ ആമേൻ അതെ ഐസിക്കകത്ത് കിടന്നിട്ടാണെങ്കിലും കുഴപ്പമില്ല. ആമേൻ അവരെന്ത് ചെയ്യും? ആമേൻ അതെ ഈ ലോകത്തിന്റെ ആമേൻ അതെ സിസ്റ്റങ്ങളില് ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ തയ്യാറാകും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന സമയത്ത് യേശു ലമ്മാ ശബത്താനി ഏലി ഏലി ലമ്മാ ശബത്താനി എന്ന് ഉറക്കെ എന്ത് ചെയ്തു? നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആമേൻ ദരിദ്രനായി പിറന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, നിലവിളി കേട്ടിട്ട് ആമേൻ ആരെങ്കിലും ഓടി വന്ന് രക്ഷിക്കുമെന്നുള്ള നിലവിളിയാ. ആമേൻ ദൈവം പോലും തന്നെ കൈവിട്ടു എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശരിയല്ലേ? ദരിദ്രനായ ഒരുത്തരെ ലോകം ചേർത്ത് നിർത്തുമോ? ഇല്ലല്ലോ. ആമേൻ അതെ ഇവിടെ ദൈവം പോലും തന്നെ കൈവിട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 6-8 വാക്യത്തിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആമേൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിനെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. നോക്കണമേ, ഈ പ്രതികൂലങ്ങളിലൂടെ ഈ പ്രതിസന്ധികളിലൂടെ ഒന്നും കടന്നു പോകുമ്പോൾ യേശു കർത്താവ് അനുസരണക്കേട് കാണിച്ചില്ല. അവൻ പിറുപിറുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ അതെ യെശയ്യാപ്രവാചകൻ ആമേൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അവൻ ഇളതൈ പോലെയും വരണ്ട നിലത്ത് നിന്നും വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു
ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. ആമേൻ. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആമേൻ. അതെ, നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചും നമ്മുടെ വേദനകളെ അവൻ ചുമന്നും. ആമേൻ. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെല്ലാം ക്രിസ്തു ചെയ്തത് ഹല്ലേലൂയ നിങ്ങൾ നിമിത്തം ഹല്ലേലൂയ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയായിരുന്നുവെന്ന് ആമേൻ തിരുവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ആമേൻ അതിന്റെ 11 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാ. യേശു കർത്താവ് എന്തിനാണ് ഈ സ്വർഗീയ മഹിമയെ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ദരിദ്രൻ പിറക്കുന്നത് പോലെ വഴിയോരത്ത് പിറന്നത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ്? ആമേൻ. അതെ, കർത്താവിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകുവാൻ ആമേൻ സമർപ്പിക്കപ്പെട്ട പത്രോസിനോട് ആമേൻ അതെ എനിക്ക് വേണ്ടി കരമടയ്ക്കാൻ ആമേൻ ആവശ്യപ്പെട്ടത്. ഹല്ലേലൂയ. ആമേൻ. എന്തിനാണ്? ആമേൻ ലമ്മ ഏലി ഏലി ലമ്മ ശബത്താനി എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ നിലവിളിച്ചത്. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവത്തിന്റെ കരുണയുടെ വലുപ്പത്തെ ഹല്ലേലൂയ മാനവരാശിക്ക് വെളിപ്പെടുത്തി കാണിക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, യോഹന്നാൻ 10:11-18, ഗലാത്യർ 2:20. ആമേൻ. നാം സമ്പന്നർ ആകണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. ഹല്ലേലൂയ. കേവലം സമ്പത്തിലല്ല, മറിച്ച് ആമേൻ അതെ വേദഭാഗങ്ങളിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. ഏത് നിലയിലാണ് സമ്പന്നരാകേണ്ടതെന്ന്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 19-ാം അധ്യായം 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു പറഞ്ഞത് ഇങ്ങനെയാണ്: എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12-നും ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. എന്റെ നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഏത് നിലയിൽ സമ്പന്നനാകണമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. നീതിയും രാജ്യവും അന്വേഷിപ്പിൻ. ഹല്ലേലൂയ. അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കുമെന്ന്. ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടുന്ന ഭൗതികമായ നന്മ നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. പക്ഷേ നീ ആത്മീയമായി സമ്പന്നനാകുവാൻ തക്കവണ്ണം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ആമേൻ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിട്ടും ദരിദ്രനായി ഈ ഭൂമിയിൽ ജീവിച്ചത് നമ്മളെ ആത്മീയമായി സമ്പന്നത ആക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മീയന് മാത്രമേ സ്വർഗത്തിൽ സീറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ജഡികന് അവിടേക്ക് സീറ്റില്ല, പ്രാകൃതന് അവിടെ സീറ്റില്ല. ആമേൻ. ആത്മീയന് മാത്രമാണ് ആമേൻ അവിടെ ആമേൻ ഭവനമുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അവൻ ആ വാസസ്ഥലം ഒരുക്കാൻ പോയിരിക്കുകയാ. അവിടെ ആമേൻ അതെ കള്ളന് കയറാൻ പറ്റത്തില്ല, അവന് ദുഷ്ടന് കയറാൻ പറ്റത്തില്ല, അവിടെ പാപിക്ക് സ്ഥാനമില്ല, അവിടെ പരിഹാസിക്കുന്നില്ല, ഇരിപ്പിടമില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പരിഹസിക്കരുത്. അതുകൊണ്ട് നീ ദുഷ്ടന്റെ കൂടെ കൂടി സമയം ചെലവഴിക്കരുത്. പാപിയുടെ കൂടെ കൂടി സമയം നഷ്ടപ്പെടുത്തരുത്. കാരണം ആമേൻ നിന്നെ ഒരു ആത്മീയനാക്കി ആമേൻ അവൻ ഇരിക്കുന്നിടത്ത് കൊണ്ട് ഇരുത്തുവാൻ ആമേൻ അതെ ആ കരുണാമയനായ ദൈവം പിതാവിന്റെ കരുണ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനാണ് ഇറങ്ങി വന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചപ്പോ അവന്റെ ആമേൻ ആ കരുണ
പുറമേയുടെ കണ്ണ് അവനെ കണ്ട് അവനോട് കരുണ കാണിച്ചത് അവന്റെ ആത്മീയത്തിന് മാത്രമല്ല, അവന്റെ പുറമേയുള്ള കണ്ണും തുറന്നു കൊടുത്തെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നീ ആത്മീയമായി അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ നിന്റെ ഭൗതികമായ മേഖലകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കും? ഹല്ലേലൂയ. ആമേൻ. നാം മക്കളെങ്കിൽ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ട അവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ ഭൂമിയിൽ നാം ആത്മീയമായി വളരുമ്പോൾ കഷ്ടമുണ്ടെന്ന്, വേദനയുണ്ടെന്ന്, പ്രതികൂലമുണ്ടെന്ന്, പ്രതിസന്ധിയുണ്ടെന്ന്. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പല്ലോസോ കേഫാവോ ലോകമോ ജീവനോ മരണോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ സകലവും നിനക്കുള്ളത്. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ആമേൻ. എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിൽ നിക്ഷേപം സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. അവന്റെ ദാരിദ്ര്യത്താൽ ഇത് സാധ്യമാക്കി തീർത്തു. ഏതാ? ഈ നിക്ഷേപങ്ങളെ സ്വീകരിക്കുവാൻ, ഹല്ലേലൂയ, പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. യേശു പാപികൾക്ക് വേണ്ടി മരിക്കുവാനായി എല്ലാം ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ, ആമേൻ, ഈ രക്ഷയുടെ സമ്പത്ത് ആമേൻ ഒരുവനും ലഭിക്കില്ലായിരുന്നു. ഹല്ലേലൂയ. ലഭിക്കുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും കൊടുക്കുന്ന വിഷയത്തിലും അപ്പോസ്തലന്മാർ യേശുവിന്റെ മാതൃക അനുകരണം ചെയ്യണമെന്ന് സത്യവേദ പുസ്തകം വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ആമേൻ, അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നോക്കണമേ, മുടന്തനായിരിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഒരു ആമേൻ അഭിഷക്തന് ആമേൻ കണ്ടു പോകാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നോക്കണമേ, അവൻ വർഷങ്ങളായി മുടന്തിയിരിക്കുന്നത് അനേകര് കണ്ടു. അവരുടെ കയ്യിലുള്ള നാണയത്തുട്ടുകളൊക്കെ ഇട്ടുകൊടുത്തു. പക്ഷേ അവൻ അഭിമുഖീകരിച്ചിരിക്കുന്ന മുടന്ത് അവനെ വിട്ടുമാറിയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിലുള്ളവർക്ക് സാമ്പത്തികമായി പലതും കൊടുക്കുവാൻ കഴിയും. പക്ഷേ അവന്റെ ശരീരത്തെ സൃഷ്ടിച്ച സിട്ടാവാം ദൈവത്തിന് മാത്രമേ അവന്റെ ശരീരത്തിന്റെ കുറവുകളെ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? നീക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് മുക്കുവനായിരുന്ന പത്രോസ് ആമേൻ ഇറങ്ങിത്തിരിച്ചപ്പോ കർത്താവ് പറഞ്ഞു, മോനെ, എനിക്കും നിനക്കും വേണ്ടി നീ കരവടയ്ക്കണം. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞ പത്രോസിനെ അല്ല ഇവിടെ വർഷങ്ങളായി മുടന്തിയിരിക്കുന്ന മുടന്തനെ എഴുന്നേൽപ്പിക്കുവാൻ ഉപയോഗിച്ചത്. മനസ്സിലായവർ കരമലിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്ത് കിട്ടും എന്ന് ചോദിച്ച പത്രോസിനോട് പറഞ്ഞു, മോനെ, കിട്ടുന്നതിന് പകരം നീ കൊടുക്കാൻ തയ്യാറായാൽ ആമേൻ നിനക്ക് ആമേൻ അതെ ഉയരത്തിലെ ശക്തി വന്നു കഴിയുമ്പോൾ ഈ ലോകക്കാർക്ക് ചെയ്യാൻ പറ്റാത്തത്, ഈ ലോകക്കാർക്ക് കൊടുക്കാൻ പറ്റുന്നത് നിന്റെ കയ്യാലെ, നിന്റെ ശബ്ദത്താലെ, എന്നിലൂടെ നിന്നിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ നിന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച, നിനക്കുള്ളത് സമർപ്പിച്ച, അതെ നിന്നിലൂടെ അതെ കരുണാമയനായ ദൈവത്തിന്റെ ആ കരുണ വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ലോകത്തിലൊരു ദുഷ്ടനോ പാപിക്കോ പരിഹാസിക്കോ ചെയ്യാൻ കഴിയാത്തത് ആമേൻ കാൽവറിയിൽ രക്തം ധാരധാരയായി ഒഴുക്കിയ ക്രിസ്തുവിനെ അനുഗമിച്ച മുക്കുവനായ പത്രോസ് ആമേൻ കർത്താവിന് വേണ്ടി ആമേൻ അവരെ കരമടയ്ക്കുവാൻ തയ്യാറായപ്പോ ഹല്ലേലൂയ, കർത്താവ് ചെയ്തതിലും അധികം ചെയ്യത്തക്ക വിധത്തിൽ ഉയരത്തിലെ അഭിഷേകത്താൽ ഭക്തനെ അഭിഷേകം ചെയ്ത ഉപയോഗിച്ച ദൈവം ഇന്ന് പകൽ അഭിഷേകനെ നിന്നെ ഉപയോഗിക്കുവാൻ ശക്തനാണ്. കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ മുടന്ത് നേരെയാകട്ടെ എന്നൊന്നും പറഞ്ഞ മുടന്ത് നേരെയാകത്തില്ല. യേശുവിന്റെ നാമത്തിൽ ഭൂതം പോകട്ടെ എന്ന് പറഞ്ഞ ഭൂതം പോകത്തില്ല. ചിലപ്പോ പറയുന്ന വ്യക്തി പോകേണ്ടി വരും. ഹല്ലേലൂയ. ആമേൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ആമേൻ പത്രോസിന്റെ ആമേൻ നിഴൽ തട്ടുമ്പോൾ സംഭവിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ
കർത്താവിനെ അനുഗമിച്ച പത്രോസിനോട് കർത്താവ് പറഞ്ഞ കാര്യം കേട്ടപ്പോ പിണങ്ങിപ്പോയെന്നല്ല, കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തു. ഹല്ലേലൂയ, ആമേൻ. ആഴിക്കടലിൽ എവിടെ മീനുണ്ടെന്നറിയാവുന്ന പത്രോസ് ആമേൻ രാത്രി പോയി വെളുക്കുവോളം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാതിരിക്കുമ്പോൾ നിരാശനായ പത്രോസിന്റെ നിരാശയെ മാറ്റുവാൻ കരുണാമയൻ ആമേൻ അതെ ഇറങ്ങിച്ചെന്ന് ഹല്ലേലൂയ പറഞ്ഞു, പത്രോസേ നീ ആഴത്തിലേക്ക് വല വീശ്. ഹല്ലേലൂയ, നാഥാ നിന്റെ വാക്കിന് വലയിറക്കാമെന്ന് പറഞ്ഞ അതെ പത്രോസിന്റെ പടകിനകത്ത് ജീവിതത്തിൽ അന്ന് വരെ കയറാത്ത പെരുത്ത മീൻകൂട്ടം കയറിയത് അതെ കരുണാമയന്റെ ആ കരുണയുടെ വലിപ്പത്തെ ഇന്ന് പകൽ നീ അറിയാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കർത്താവിനെ രുചിച്ചറിഞ്ഞ പത്രോസ് അത്രേ അതെ മുടന്തനെ നോക്കിയത്. ഹല്ലേലൂയ, ആമേൻ. ആ നോട്ടത്തിനകത്ത് അവന്റെ മുടന്തിന്റെ പുറകിലുള്ള ദുർവ്യാപാരത്തെ അവന് വെളിപ്പെട്ടു. ആമേൻ. യേശുവിന്റെ നാമം പറഞ്ഞപ്പോ അവനെ മുടന്തനാക്കി വെച്ചിരുന്ന ദുരാത്മാവ് അവനെ വിട്ടുമാറി, അവന്റെ മുടന്ത് മാറി, അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്ന ദൈവമക്കളെ, ഓ കർത്താവിന് വേണ്ടി കൊടുക്കുക മാത്രമല്ല, കർത്താവിന് വേണ്ടി കൊടുക്കുന്നവരെ ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ ആമേൻ മഹിമ കണ്ട സാക്ഷിയായി ലോകത്തിന്റെ അറ്റത്തോളം അയച്ച് ഒരു കൂട്ടത്തെ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണാണ് ഇതെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ എത്ര പേർ ആമേൻ പറഞ്ഞ് കരമടിച്ചു കർത്താവിന് മഹത്വം കൊടുക്കും. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. നസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ നടക്ക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. സൗഖ്യമായിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്നോളാനല്ല പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അതെ നടക്ക. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവരാണോ നാം? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ദയാദാക്ഷിണ്യം കൊണ്ടാണ് നാം ക്ഷയിക്കപ്പെടാതിരിക്കുന്നത്. അല്ലാതെ എന്റെ നിന്റെ കഴിവല്ല, എന്റെ നിന്റെ മിടുക്കല്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം ഇന്ന് ലോകത്തിൽ അനേകരും വിലപിച്ചുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് ആമേൻ വിലാപങ്ങളുടെ പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാ. 3:22 നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ ദയ. ആമേൻ. ഹല്ലേലൂയ. ഒന്നു മാത്രമാ ദൈവമക്കളെ. ആമേൻ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. ഭക്തൻ പറഞ്ഞത് എന്താ? അവന്റെ കരുണയെ കുറിച്ച് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഹല്ലേലൂയ. നീ അവന്റെ ഭക്തനാണോ? ഹല്ലേലൂയ. നീ അവന്റെ മകനാണോ? നീ അവന്റെ മകളാണോ? നീ അവന്റെ ഇഷ്ടം ചെയ്യുന്നവനാണോ? ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആരാധനയിൽ, നിന്റെ പ്രാർത്ഥനയിൽ, നിന്റെ കൂട്ടായ്മയിൽ, നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ദൈവവൈതലേ നീ ഒരു ഭക്തനാണോ? അതോ ദുഷ്ടനെ കാണുമ്പോ നീ അവന്റെ കൂടെ കൂടുമോ? നീ പാപിയുടെ കൂടെ കൂടുമോ? നീ പരിഹാസിയുടെ കൂടെ കൂടുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, ആമേൻ. പിതാവായ ദൈവം ഈ ഭൂമിയിൽ അവന്റെ കരുണയെ വെളിപ്പെടുത്തിയത് ആരിലൂടെയാ ദൈവമക്കളെ? തന്റെ പുത്രനിലൂടെ അല്ലേ? ആ കരുണ വെളിപ്പെടുത്തുവാൻ സമർപ്പിക്കപ്പെട്ട പുത്രന് ഇവിടെ പട്ടുമെത്ത കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, ദൈവം തന്റെ പുത്രനിലൂടെ അത്രേ ഈ കരുണ വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ. മുടന്തനോട് പിതാവായ ദൈവത്തിന്റെ ആ കരുണ വെളിപ്പെടുത്തിയത് പത്രോസിലൂടെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പത്രോസിലൂടെ അത് വെളിപ്പെട്ടപ്പോ പത്രോസ് ആഴമായി സമർപ്പിക്കേണ്ടിയുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവന് ലഭിക്കുന്ന നന്മയുടെ ആമേൻ ഓഹരി ആമേൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്തു? സമർപ്പിച്ചു. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് വേണ്ടി കൊടുക്കാനൊന്നും മനസ്സില്ലാത്തവനെ ആമേൻ കർത്താവ് ഉപയോഗിക്കത്തില്ല. ദൈവദാസൻ ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആമേൻ. ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ആരോടും പറയത്തില്ല. എനിക്ക് കിട്ടുന്ന നന്മയിൽ ഏറിയ ഭാഗം ആമേൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൂമിയിൽ ആമേൻ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ യേശു കർത്താവ് പത്രോസിനെ ഉപയോഗിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. പത്രോസേ, നിന്നെ ഞാൻ മീൻ പിടിക്കുന്നവനല്ല മനുഷ്യനെ പിടിക്കുന്നവനാക്കാമെന്ന് പറഞ്ഞ് ആമേൻ വിളിച്ചിറക്കിയപ്പോഴൊന്നും പറഞ്ഞില്ല എടാ നീ എനിക്ക് വേണ്ടി കരവടയ്ക്കണമെന്നൊന്നും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇറങ്ങി കഴിഞ്ഞപ്പോ പറഞ്ഞു എനിക്കും നിനക്കും വേണ്ടി നീ കരവടയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണമേ, മനുഷ്യനെ പിടിക്കാമെന്നും പറഞ്ഞ് വിളിച്ചിറക്കിയിട്ട് ഇപ്പൊ കരവും കൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ട് ഒക്കത്തില്ലെന്ന് പറഞ്ഞു പോയ പത്രോസിനെ അല്ല ആമേൻ 3000 പേരെ ദൈവസഭയ്ക്കകത്ത് കയറ്റുവാൻ കഴിയുന്ന അഭിഷക്തനാക്കി ദൈവം മാറ്റിയത്. നടന്നു പോകുമ്പോ നിഴൽ തട്ടുന്ന വിധത്തിൽ രോഗി സൗഖ്യം
സൗഖ്യമാകുന്ന ഒരു അത്ഭുത സൗഖ്യം ആമേൻ അതെ അവനിലൂടെ സംഭവിച്ചത് ആമേൻ അനുസരണക്കേട് കാണിച്ചതല്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ദൈവസഭയ്ക്ക് ഈടിറ്റ ലേഖനം എഴുതിയപ്പോൾ എഴുതിയത് ആമേൻ സകല ഭാരവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക, അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിക്കുക, അവൻ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അതുകൊണ്ട് ആമേൻ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ എന്ത് ചെയ്തിട്ടില്ല, തീർന്നു പോയിട്ടില്ല ദൈവമക്കളെ. ഇന്ന് പകൽ ഹല്ലേലൂയ ആമേൻ അതെ നമ്മൾ പറയത്തില്ല റേഷൻ കട ചെല്ലുമ്പോൾ കിറ്റ് തീർന്നു പോയി. ഹല്ലേലൂയ ആമേൻ. കിറ്റിന് വേണ്ടി വളരെ സന്തോഷത്തോടെ ഓടിച്ചെന്നിട്ട് കിറ്റ് തീർന്നു പോകും എന്ന് പറയുമ്പോൾ എപ്പോ കിട്ടും, ഇനി അടുത്ത മാസം കിട്ടും എന്ന് പറയുമ്പോൾ അടുത്ത മാസം വരെ നോക്കിയിരിക്കുകയാ. ഇന്ന് പകൽ ആമേൻ അങ്ങനെ റേഷൻ കട പോയി ആമേൻ കരുണയുള്ള കിറ്റ് മേടിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുണ തീർന്നു പോയിട്ടില്ലെന്ന്. ഇവിടെ പലതും തീരും. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ഖജനാവ് കാലിയാകും. പുരാതന സമ്പത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സ്വർഗാദി സ്വർഗം കാലിയാകുന്ന ചരിത്രമില്ല. ഇന്ന് പകൽ അവന്റെ അടുത്തേക്ക് വരുന്ന ഭക്തനാണെങ്കിൽ ആമേൻ അതെ ആകാശത്തോളം ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ കരുണ തന്റെ ഭക്തന്മാരോട് വലിയതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കരുണ ഇന്ന് പകൽ അവനോട് അടുത്ത് വരുന്ന നിന്നോട് കാണിക്കുവാൻ അതേ ആമേൻ ശക്തനായവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. എന്നിട്ട് പറയുക അത് രാവിലെ തോറും പുതിയതും ആമേൻ നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. അങ്ങനെയെങ്കിൽ പുതിയ ഒരു അനുഭവത്തിലേക്ക് നിന്നെ നയിപ്പാൻ ശക്തനായ കർത്താവിന്റെ കരുണ തീർന്നു പോയിട്ടില്ലെന്ന്. ഹല്ലേലൂയ. ദൈവം എങ്ങനെയുള്ളവനാണെന്ന് പ്രവാചകൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവൻ സ്നേഹവും കൃപയും നിറഞ്ഞ ദൈവത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിലൂടെ അവന്റെ കലങ്ങിയ ഹൃദയം ദൈവത്തിൽ സമാധാനം കണ്ടെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ കലങ്ങിയ ഹൃദയവുമായി കലങ്ങിയ കണ്ണുമായി തകർന്നിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണെങ്കിൽ ആമേൻ ഇന്ന് പകൽ അവന്റെ സ്നേഹത്തെക്കുറിച്ച് അവന്റെ കൃപയെക്കുറിച്ച് ആമേൻ നീ ഒന്ന് ചിന്തിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ആമേൻ തനിക്കും യെരൂശലേമിനും അർഹതപ്പെട്ടത് ഹല്ലേലൂയ തങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ അതിരൂക്ഷമായ ശിക്ഷയായിരുന്നുവെന്ന് അവൻ മനസ്സിലാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സങ്കീർത്തനം അത് 103:11 വായിച്ചേ. അവിടെ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്തതുമില്ല. ആമേൻ. സമ്പൂർണ്ണ നാശത്തിൽ തങ്ങളെ രക്ഷിക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ്. ഹല്ലേലൂയ. ആമേൻ എന്ന് പ്രവാചകൻ അതെ ഗ്രഹിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തതുപോലെ നിത്യസ്നേഹത്താൽ ദൈവം തെരഞ്ഞെടുത്തവരെ ദൈവം ആമേൻ സ്നേഹിക്കുന്നു എന്നുള്ള ആ വചന വെളിപ്പാട് ആമേൻ ഗ്രഹിച്ച് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് പകൽ കരമടിച്ച് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. അത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തതും മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇന്ന് പകൽ നീ കരഞ്ഞ് തളർന്ന് ആമേൻ അത് ഒതുങ്ങി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ കരുണാമയനാണ്, അവൻ സ്നേഹനിധിയാണ്, അവന്റെ കൃപ നമ്മുടെ മേൽ പകരുവാൻ ശക്തനാണ്. എന്നെ വിളിച്ചപേക്ഷിക്ക്. അതെ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവ് പറയുക, അടങ്ങിയിരിക്കരുത്. അതെ നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, ഞാൻ നിനക്ക് ഉത്തരമരുളും. പ്രൈസ് ദി ലോർഡ്. നീ അറിയാത്ത മഹത്തായ അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ എന്ത് ചെയ്യും? അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, ഇപ്പോൾ ആദ്യം നീ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രതിസന്ധിക്കകത്തു നിന്നും സകല പ്രതികൂലത്തിനകത്തു നിന്നും നിനക്ക് നീക്കുപോക്ക് നൽകി നിന്നെ പൂർണ്ണ വിജയത്തിലേക്ക് നയിപ്പാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകലവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഇപ്പോഴുള്ളതിനോ ഹല്ലേലൂയ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള ആ ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് ആമേൻ അപ്പോസ്തലൻ മനസ്സിലാക്കിയ ഒരു സത്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തലോ ഇത്ര കരുണയുള്ള ദൈവത്തിന്റെ കരുണ ആമേൻ അനുഭവിച്ച എന്നെ ഈ സ്നേഹനിധിയായ ദൈവം തന്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിൽ നിന്ന് ഹല്ലേലൂയ എന്നെ എന്ത് ചെയ്തില്ല അകറ്റാൻ ആമേൻ. അത് നമ്മെ
ആമേൻ നമ്മെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ മുഖാന്തരം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഏതിലൊക്കെയാ ദൈവമക്കളെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമി വന്നപ്പോൾ എന്തെല്ലാം സഹിച്ചു, എന്തെല്ലാം കേട്ടു, അല്ലെ, എന്തെല്ലാം അനുഭവിച്ചു. ഇതിലൊന്നും പരാജയപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. തന്റെ പുത്രനെ സമ്മതിച്ചില്ല. അങ്ങനെയെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എന്നെ നിന്നെയും തകർന്നു പോകുവാൻ അവൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് അവരോടുള്ള അവന്റെ സ്നേഹം എന്നേക്കും നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ, അവരുടെ അകത്യം ക്ഷമിച്ച്, തന്റെ ക്രോധം മുഴുവനും ജ്വലിപ്പിക്കാതെ തന്റെ കോപത്തെ പലപ്പോഴും അടക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവത്തിന്റെ കരുണയുടെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ദൈവ സ്നേഹത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ ആമേൻ അതേ തോന്നുന്നു ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. അതേ സുധി, ആമേൻ, സുധി സിസ്റ്റർ, ആമേൻ, നമ്മുടെ പ്രകൃതി അറിയുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ആമേൻ. നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. ആമേൻ. നമ്മുടെ അവസ്ഥ ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടുത്തെ ചില പുള്ളികളുടെ ധാരണ എന്താണെന്നറിയാമോ? ഞാൻ മാണിക്യമാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വൈഡൂര്യമാണെന്നും പറഞ്ഞ് നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഈ മാണിക്യവും വൈഡൂര്യവും സ്ഫടികവും ഒക്കെ എന്തുവാ? ആമേൻ, വെളിച്ചമടിച്ച മിന്നും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയ മിന്നലൊന്നും പോരാ. പിന്നെയും കുറെ ആമേൻ അതും ഇതും ഒക്കെ വാരി തേച്ച് മിന്നിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പടുവിള മിന്നണം മുഖം, അതിനുവേണ്ടി മുഖത്ത് ആമേൻ അതെ നല്ല എന്തുവാ ആമേൻ തക്കാളിയോ പിന്നെന്തുവാ ആമേൻ നാരങ്ങയോ പിന്നെന്തുവാ ക്യാരറ്റോ ആമേൻ പിന്നെ പൊട്ടോറ്റോ എന്തുവാ ആമേൻ ഉരുളക്കിഴങ്ങോ ഒക്കെ അരച്ച് കുറുക്കി തേച്ചാ വെളുക്കൂന്ന് പറഞ്ഞാൽ ആമേൻ മനുഷ്യന് ആരോഗ്യം ഉണ്ടാകാൻ കഴിക്കാൻ വേണ്ടി ദൈവം ഉണ്ടാക്കിയത് അരച്ച് കലക്കി മുഖത്ത് തേച്ചാ ഗ്ലാമർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഗ്ലാമറിന് വേണ്ടി ആമേൻ ഉണ്ടാക്കി ചെയ്യുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കണേ, നിലത്തെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച മനുഷ്യനെ തമ്പുരാൻ ഹല്ലേലൂയ ദൂതന്മാരെ ആക്കി വെച്ചെടുത്തേക്ക് കയറ്റി നിർത്തിയെന്ന് മനസ്സിലായവർക്ക് സ്വത്രം പറയാം. ഹല്ലേലൂയ. ആമേൻ. രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് ആമേൻ പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി, ആമേൻ സ്വർഗത്തിൽ സദാസമയം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആക്കി വെച്ചവന്മാര് കുരുത്തക്കേട് കാണിച്ചില്ല, ചിന്തിച്ചേ ഉള്ളൂ. തമ്പുരാൻ വെട്ടി താഴോട്ടിട്ടു. ആമേൻ. അങ്ങനെ അധമ പാതാളത്തിലേക്ക് വീണുപോയ സാത്താൻ ആമേൻ അവിടുന്ന് കയറി വന്ന് നിലത്തെ മണ്ണുകൊണ്ട് ആമേൻ സൃഷ്ടിച്ചിട്ട് രാജാക്കന്മാരെ പോലെ വാഴുവാനാക്കി വെച്ച ആദാമിനെ ഹവ്വയും വീഴ്ത്തി കളഞ്ഞതുപോലെ ഇനി ആമേൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവപുത്രനിലൂടെ സ്ഥാപിച്ച ദൈവസഭയുടെ അംഗമായി വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരുത്തനെയും വീഴ്ത്തിയാതിരിക്കേണ്ടതിന് ആമേൻ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞു, ആമേൻ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് താഴോട്ട് പോയവൻ ഇനി കേറി വന്നിട്ട് ആമേൻ അതെ ജയിക്കാൻ അനുവദിക്കത്തില്ലെന്ന് മനസ്സിലായവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നിന്ന് വെട്ടേറ്റ് താഴെ വീണ ഹല്ലേലൂയ ദൂതന്മാര് ഹല്ലേലൂയ ആരാധിക്കുന്ന ആ ആരാധനയുടെ മഹാത്മ്യം യശ്യാവ് ദർശിച്ചപ്പോൾ അയ്യോ ഞാൻ അധരശുദ്ധി ഇല്ലാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോ അവന്റെ നാവിന് ആ സാറാഫുകളിൽ ഒന്ന് ആ തീക്കനലെടുത്ത് തൊട്ട് ശുദ്ധി വരുത്തി. ആ ശുദ്ധിയുള്ള നാവ് കൊണ്ട് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തി ആമേൻ നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവത്തിന്റെ പൈതലേ ആമേൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ വിശ്വാസികൾക്ക് പുതിയ ഒരു ആരംഭം കുറിക്കുവാൻ സാധിക്കും. അവർക്ക് പുതിയ ധൈര്യവും പ്രത്യാശയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം തങ്ങളുടെ പാപം മായ്ച്ചു കളഞ്ഞെന്നും ദൈവത്തിന്റെ കരുണയും സ്നേഹവും തങ്ങളുടെ ഭാവിയിൽ തങ്ങളെ ചുറ്റിയിരിക്കുന്നുവെന്നുമുള്ള അറിവിലൂടെയാണ് ധൈര്യവും പ്രത്യാശയും ലഭിക്കുന്നത്. ഹല്ലേലൂയ.
എങ്ങനെയാ ആ ധൈര്യവും പ്രത്യാശയും ഉണ്ടാകുന്നത്? മുൻകാലത്തിലെ പരാജയങ്ങളിൽ നിന്നും അത് തെറ്റുകളിൽ നിന്നും ഭാവിയിൽ നന്മയിലേക്കും ഉന്നതങ്ങളിലേക്കും ഉയരുന്നതിന് സാധിക്കുന്നു. ആമേൻ. ദൈവം തന്റെ ഉടമ്പടിയിലും വാഗ്ദാനങ്ങളിലും എപ്പോഴും വിശ്വസ്തനാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് പ്രത്യാശയോടെ ഓരോ ദിവസവും ജീവിക്കുവാൻ കഴിയുന്നത്. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 6-ാം വാക്യത്തിൽ യഹോവ അവന്റെ മുമ്പാകെ കടന്നു ഘോഷിച്ചത് എന്തെന്നാൽ, യഹോവയായ ദൈവം കരുണയും കൃപയുമുള്ളവൻ, ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ളവൻ. ഹല്ലേലൂയ. സങ്കീർത്തനം 89-ന്റെ 1-2 വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്: യഹോവയുടെ കൃപകളെ കുറിച്ച് ഞാൻ എന്നേക്കും പാടും, തലമുറ തലമുറയോളം എന്റെ വായ് കൊണ്ടും നിന്റെ വിശ്വസ്തതയും അറിയിക്കും. പ്രൈസ് ദി ലോർഡ്. ദയ എന്നേക്കും ഉറച്ചു നിൽക്കും എന്ന് ഞാൻ പറയുന്നു. നിന്റെ വിശ്വസ്തതയെ നീ സ്വർഗത്തിൽ സ്ഥിരമാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ദയ ആകാശത്തിനു മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആമേൻ മഹത്വം ആമേൻ വെളിപ്പെടുത്തുവാൻ ശക്തനായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്തിലേക്ക് അയച്ചിട്ട് അവനെ അനുഗമിച്ച ലാസറിനെ കുറിച്ചും ആമേൻ ലാസറിന്റെ സഹോദരിമാരെ കുറിച്ചും ആമേൻ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അവനെ അനുഗമിച്ച ലാസർ പ്രിയനായിരുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്, അല്ലെ? ഹല്ലേലൂയ. അങ്ങനെ ആമേൻ പ്രിയനായ ലാസർ ദീനം പിടിച്ചു കടന്നപ്പോൾ ഹല്ലേലൂയ ആ വാർത്ത അരുമനാഥനെ അറിയിച്ചു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അരുമനാഥൻ വന്നില്ല. ആമേൻ. അരുമനാഥൻ വരാഞ്ഞത് കൊണ്ട് സഹോദരിമാരും ആമേൻ പിണങ്ങിയൊന്നും പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വരുമെന്നുള്ള പ്രതീക്ഷയോടെ അവര് ആമേൻ നമ്മളിൽ ചിലരെ പോലെ കഷ്ടമായാലും ബുദ്ധിമുട്ടായാലും പ്രയാസമായാലും രോഗമായാലും ഈ പ്രത്യാശയുള്ള ദൈവമക്കൾ എന്ത് ചെയ്യുന്നറിയോ? ആമേൻ ആ ഭക്തനായ യോബിനെ പോലെ ആമേൻ ചൊറിഞ്ഞോണ്ടിരുന്നാലും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഭക്തനായ യോബിന്റെ പ്രത്യേകത എന്താ? ആമേൻ ചൊറിഞ്ഞോണ്ടിരിക്കുമ്പോഴും ഗ്ലോറി പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, തലമുറകളൊക്കെ കൈവിട്ട് പോയപ്പോഴും ഗ്ലോറി പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ ഗ്ലോറി പറയാനും സ്തോത്രം പറയാനും ആമേൻ ശീലിക്കാത്തവളും ഹല്ലേലൂയ ദൈവവുമായിട്ടുള്ള ബന്ധം നിലനിർത്താത്തവളുമായിരുന്നു യോബിന്റെ ഭാര്യ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭക്തനായ യോബിന് കിട്ടിയ ഭാര്യ ആമേൻ അഭക്തിയുള്ളവളായിരുന്നു എന്ന വചനം പറയുന്നത്. എന്താ കാര്യം? ഹല്ലേലൂയ. ഭർത്താവായ ഇയ്യോബ് ചൊറിഞ്ഞു ഗ്ലോറി പറയുമ്പോ ആമേൻ കൂടെ കഴിഞ്ഞ ആമേൻ ഭാര്യ പറയും ആമേൻ സ്തോത്രമൊക്കെ നിർത്തി ആമേൻ ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് പോയി ചത്തുകള മനുഷ്യനെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഗ്ലോറിയുടെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ ഗ്ലോറി പറയുമ്പം വെളിപ്പെടുന്ന ഒരു മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ മഹത്വത്തെ അനുഭവിക്കുവാൻ അതെ എല്ലാവർക്കും കഴിയത്തില്ല. ആമേൻ. 103-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവന്റെ വചനം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്നവർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ഈ ഗ്ലോറിയിലുള്ള മഹത്വമൊക്കെ വെളിപ്പെടുത്തുള്ളൂ. അപ്പൊ അവൻ ഭക്തനായി ഇയ്യോബിന് കിട്ടിയ ഭാര്യ ആമേൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ആമേൻ അകാലത്തിൽ പൊലിഞ്ഞുപോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയാണ് ആമേൻ നീതിമാനായ ലോത്തിന്റെ ഭാര്യയ്ക്കും പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ? ലോത്ത് ഗ്ലോറി പറഞ്ഞാൽ അനുഭവിക്കാൻ കഴിയുന്ന മഹത്വത്തെ അനുഭവിക്കാതെ ആമേൻ ഗ്ലോറി ഒന്നും കൂടാതെ വണങ്ങിയാൽ കിട്ടുന്ന നന്മയുടെ പുറകെ പോയെന്ന്. പ്രൈസ് ദി ലോർഡ്. തിരിഞ്ഞാലും വണഞ്ഞാലും നന്മ കിട്ടുമെന്ന് കേട്ട ആമേൻ മഹത്വമൊക്കെ വിട്ടു പോകുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ലാസർ ദീനം മൂർച്ഛിച്ചു. ഹല്ലേലൂയ. ഗ്ലോറി പ്രൈസ് ദി ലോർഡ് ഒക്കെ പറഞ്ഞ് നോക്കിയിരുന്ന് ആമേൻ കരഞ്ഞ് തളർന്ന ഹൃദയവുമായിട്ട് ഹല്ലേലൂയ സമയാന്തരം പാടേണ്ട ഗതികേട് വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ സമയാരഥമൊക്കെ പാടി ആമേൻ ആൾക്കാരൊക്കെ വന്നുകൂടി. ആമേൻ യഹൂദന്മാര് കമന്റ് പറഞ്ഞു, അന്നേ പറഞ്ഞതല്ലേ ഈ പരിപാടിക്കൊന്നും പോകണ്ടെന്ന്. ഹല്ലേലൂയ. ആമേൻ. സഹോദരിമാര് തളർന്നില്ല കേട്ടോ.
ഗ്ലോറി പറഞ്ഞാൽ വെളിപ്പെടുന്ന ഒരു മഹത്വമുണ്ടെന്ന് അകത്ത് കിട്ടിയ ആ കെടാത്ത ബീജമായതുകൊണ്ട് ഹല്ലേലൂയ, അവര് ആ കെടാത്ത ബീജത്തെ പ്രകാരം വീണ്ടും ജനിച്ചവരായതുകൊണ്ട് അവർ ഗ്ലോറി പറഞ്ഞ് പിറുപിറുത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഗ്ലോറിയുടെ മഹത്വം ഹല്ലേലൂയ ആമേൻ കാണുവാനായിട്ട് അനേകര് കൂടിയപ്പോഴാണ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ മഹത്വമായവൻ വന്നത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നാലായാലും നാറ്റം വമിച്ചാലും കല്ലറവാതിക്കൽ കർത്തൻ വാഴും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. ആമേൻ. ദൈവമക്കളെ, നീ സങ്കടപ്പെട്ട്, നീ കണ്ണുനീരൊഴുക്കി, നീ പ്രയാസപ്പെട്ട് ആമേൻ ഇത്രയൊക്കെ നീ കർത്താവിന് വേണ്ടി ചെയ്തിട്ട് ഹല്ലേലൂയ അല്ലേ ആമേൻ. ലാസർ എന്തുമാത്രം കർത്താവിന് വേണ്ടി ചെയ്തു. ഹല്ലേലൂയ. സ്വന്തം സഹോദരിയുടെ ആട്ടും കുത്തും എന്തവരെ ഈ സഹോദരി അനുഭവിച്ചതാ. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്നിട്ടും കർത്താവ് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് എല്ലാം അവസാനിപ്പിച്ച് ആമേൻ ജീവിതം അവസാനിപ്പിച്ചേക്കാമൊന്നും അവര് ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം ആമേൻ കർത്താവിന്റെ കരുണയുടെ വലുപ്പത്തെ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുത്തിയത് അവരുടെ അകത്ത് കിടപ്പുണ്ട്. എന്താ കാര്യം? ആമേൻ ആകാശത്തോളം ഉയർന്നിരിക്കുന്നത് പോലെ ആമേൻ ദൈവത്തിന്റെ കരുണയുടെ വലുപ്പം എങ്ങനെയാ ദൈവമക്കളെ? ആമേൻ ഭൂമിക്ക് മീതെ ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ അത്രമാത്രം കരുണ വെളിപ്പെടുത്തുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ അനുഗമിച്ച പ്രിയനായ ലാസർ ആമേൻ ഹല്ലേലൂയ അവനെ അങ്ങനെ മറക്കാനൊക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ ആ സഹോദരിമാരെ അങ്ങനെ മറന്നു കളയുവാൻ മാത്രം ക്രൂരനായ കരുണയില്ലാത്ത ഒരു ദൈവത്തെ അല്ല ആമേൻ അവര് അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ടത്. ഹല്ലേലൂയ. ആരെല്ലാം എന്ത് പറഞ്ഞാലും പൗലോസ്ലീഹ പറഞ്ഞത് ഈ ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയത്തില്ലെന്ന്. അത്രമാത്രം ആദ്ര സ്നേഹത്തെ രുചിച്ചറിഞ്ഞ ആ മറിയയും മാർത്തയും ആമേൻ പ്രിയരായ സഹോദരന്റെ വേർപാട് ഹല്ലേലൂയ അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അങ്ങനെ അവരിയ്ക്കുമ്പോൾ ഇത് അരുമനാഥൻ വന്നിട്ട് പറയുക, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി പറഞ്ഞാൽ വെളിപ്പെടുന്ന ഒരു മഹത്വമുണ്ട്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അമ്മേ ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഹല്ലേലൂയ. അങ്ങനെ ഗ്ലോറി പറഞ്ഞ് സ്വോത്രം പറഞ്ഞിരുന്ന ആ മറിയയുടെയും മാർത്തയുടെയും ആമേൻ ജീവിതത്തിൽ മഹത്വമായവൻ വന്ന് മഹത്വം വെളിപ്പെടുത്തിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരുണയിൽ നിന്ന് തുടർച്ചയായി പ്രയോജനം നേടാൻ നാം അവനെ എന്ത് ചെയ്യണം? ഭയപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർ അവനെ ഭയപ്പെടുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ ആ മഹത്വം കാണുവാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ആ മഹത്വമായവൻ ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അവന്റെ ശക്തി നിങ്ങൾക്ക് ആവശ്യമാണോ? ഹല്ലേലൂയ. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീതിയും നീളവും ഉയരവും ആഴവും എന്തുവെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേര് അതിനായിട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അതെ, ആന്തരിക മനുഷ്യനിൽ അവന്റെ ആത്മാവിനാൽ ശക്തിയാൽ ശക്തിപ്പെടുത്തുവാൻ അവൻ തന്റെ മഹത്വത്തിന്റെ ഐശ്വര്യം അനുസരിച്ച് നിങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്വാസത്തിൽ വസിക്കുകയും പ്രൈസ് ദി ലോർഡ് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നുകയും അടിത്തറയിടുകയും ചെയ്യുന്നതിനാൽ ഹല്ലേലൂയ എല്ലാ വിശുദ്ധരോടും ആമേൻ വീതിയും നീളവും ആഴവും ഉയരവും എന്താണെന്ന് മനസ്സിലാക്കുവാനും ഹല്ലേലൂയ കഴിയുന്ന ഒരു ആത്മ നിലവാരത്തിലേക്ക് ഓരോ ദൈവമക്കളും ആമേൻ ഉയർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 3-ാം അധ്യായം ആമേൻ 16, 17, 18 വാക്യങ്ങളിലൂടെ ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കൾക്ക് ആമേൻ അത് പ്രബോധനമായിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ എഴുതിയത്. ആമേൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബലഹീനത അനുഭവപ്പെടുകയും ശക്തിയുടെ അഭാവം കാണിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്, ഇല്ലേ? ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ടല്ലോ.
ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് തിരിച്ചറിയുമ്പോൾ കൃപ ചോദിക്കാൻ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് പോകണം. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും പ്രവാചകന്മാരെ തേടി പോകാതെ, പ്രൈസ് ദി ലോർഡ്, ഏതെങ്കിലും മാനുഷിക ദൈവങ്ങളുടെ പുറകെ പോകാതെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ എന്ത് ചെയ്യണം? കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലണം. ഹല്ലേലൂയ. ഇന്ന് പകൽ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഹല്ലേലൂയ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേൻ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. അപ്പോസ്തലനായ പൗലോസ് തന്റെ ആമേൻ ഈ ലോക ജീവിതത്തിൽ ദൈവ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ, ദൈവസഭയോടുള്ള ബന്ധത്തിൽ ബലഹീനത കണ്ടതിനാൽ അവരുടെ ആത്മാവിൽ ശക്തി പ്രാപിക്കുവാനും സ്നേഹത്തിൽ വേരൂന്നുവാനും അടിസ്ഥാനമാക്കുവാനും അവർ ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അവർ നിരന്തരം ദൈവത്തോട് അടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രബോധിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങൾക്കുള്ള എന്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിലുള്ള മനുഷ്യനിൽ ആത്മാവിനാൽ നിങ്ങൾ ശക്തി പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ അന്തർലീനമായ സാന്നിധ്യം നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതെ, നിന്നോടുള്ള ദൈവ സ്നേഹത്തിന്റെ എല്ലാ മാനങ്ങളും മനസ്സിലാക്കാൻ നിങ്ങളും ആമേൻ സ്നേഹത്തിൽ വേരൂന്നുകയും ആമേൻ ആ അടിത്തറയിൽ ഹല്ലേലൂയ വസിക്കുകയും ഹല്ലേലൂയ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിന്മാറുന്നതിനെ കുറിച്ചോ ആമേൻ പിമ്പിലുള്ളത് ഹല്ലേലൂയ നോക്കണേ, പിന്മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഊർജം ആമേൻ എങ്ങനെ സംഭരിക്കാമെന്നുള്ളത് ചിന്തിക്കണം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പ്രൈസ് ദി ലോർഡ്, മുമ്പിലുള്ളതിനെ മറന്നു ആമേൻ മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിന ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പിന്നോട്ട് പോകുവാനുള്ള സമയമല്ല ഇത്. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ജീവിതം മുന്നിലേക്കും മുകളിലേക്കും ഉള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ ഇവിടെ നിന്ന് പറന്നു പോകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞാനും നിങ്ങളും ഒരുങ്ങേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ പറയുകയാണ്, പിന്മാറുന്നതിനെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ളതാണ്. ഹല്ലേലൂയ. അതിനുള്ള ഊർജം ആമേൻ കാശ് കൊടുത്താൽ കിട്ടത്തില്ല. കേൾക്കുന്ന വചനം അതുപോലെ വിശ്വസിച്ചാൽ ലഭിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ നാം വായിച്ച സങ്കീർത്തനത്തിനകത്ത് ആമേൻ നമുക്ക് കാണുവാൻ കഴിഞ്ഞ കാര്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആമേൻ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. ഹല്ലേലൂയ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആർക്കാണ് അവനെ സ്തുതിക്കുവാനും ഹല്ലേലൂയ മഹത്വപ്പെടുത്തുവാനും കഴിയുന്നത്? ഹല്ലേലൂയ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് എന്ത് ചെയ്യുന്നു? കരുണ തോന്നുന്നു. ഹല്ലേലൂയ. അങ്ങനെ കരുണാമയനായ ദൈവം നമ്മളോട് കരുണ കാണിച്ചാൽ ണ്ടല്ലോ നമ്മുടെ ആത്മീയമായും ഭൗതികമായ വിഷയങ്ങളുടെ മേൽ നീക്കുപോക്കുണ്ടാകും. ഹല്ലേലൂയ. വ്യർത്ഥമായി നിലവിളിച്ചു അല്ലേ? അവൻ നിലവിളിച്ചപ്പോൾ ഹല്ലേലൂയ അവന്റെ പുറമെയുള്ള കണ്ണ് തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ ആത്മാവിന് നിത്യത ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ആമേൻ. കർത്താവ് തൻ ഗംഭീരനാദം ആമേൻ അതെ മുഴക്കി ആമേൻ ഈ ഭൂമിയിൽ വരുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അതെ, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പിന്നോട്ട് പോകുവാനുള്ള സമയമല്ല ദൈവമക്കളെ ഇത്. കാരണം നിങ്ങളുടെ ജീവിതം മുന്നിലേക്കും മുകളിലേക്കും ആമേൻ അതെ പോകുവാനുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നാം അവനെ കീഴടങ്ങുകയും അവനെ സേവിക്കുകയും എപ്പോഴും അവനെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവനെപ്പോഴും നമ്മെ
അവന്റെ കരുണയാൽ സമ്പന്നനാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ എത്ര പേർ സമ്പൂർണ്ണമായി സമർപ്പിക്കും? ആമേൻ. അത് ഇന്ന് രാത്രി നമ്മുടെ അകത്തെ കണ്ണ് ഒന്ന് പ്രകാശിക്കുവാൻ ഉതകുന്ന ആ ഉൾക്കാഴ്ചയ്ക്കുള്ള വചനത്തിനായി എത്ര പേര് നന്ദി പറയും? ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ആത്മാവിനാൽ ആന്തരിക മനുഷ്യനെ അത് നിരന്തരം ശക്തിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവുമായി ആമേൻ അതെ ദൈവത്തിന്റെ ആത്മാവ് സഹകരിക്കുമ്പോൾ ഹല്ലേലൂയ അതെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ അളവുകൾ മനസ്സിലാക്കുവാനും യേശുവിന്റെ നാമത്തിൽ ഈ സ്നേഹം ആസ്വദിക്കുവാനും അതെ അനേകരെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് നയിക്കുവാനും ഹല്ലേലൂയ ആമേൻ അതെ കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാനും തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ നിങ്ങൾക്കൊന്നും കുറയാതിരിക്കുവാൻ ദൈവത്തിന്റെ കരുണ ആമേൻ നിങ്ങൾക്ക് നൽകട്ടെ. ആമേൻ അവിടുത്തെ കരുണ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തട്ടെ. ദൈവ മഹത്വം ആ കനാവില് വെളിപ്പെടുത്തിയതുപോലെ ഹല്ലേലൂയ ആ ലാസറിന്റെ വീട്ടിൽ വെളിപ്പെടുത്തിയതുപോലെ ആമേൻ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ഓരോരുത്തരുടെയും വീട്ടിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം യേശു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആമേൻ. മഹത്വമായവൻ ഹല്ലേലൂയ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മെ കൈപിടിച്ചുയർത്തുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എത്ര പേര് പ്രാർത്ഥിക്കും? കരുണയുള്ള പിതാവേ, എന്റെ ജീവിതത്തിലെ അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിന് ഞാൻ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് എത്ര പേർ ഹല്ലേലൂയ ഈ പകൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. അതെ തുടർച്ചയായി ആ കരുണ ആസ്വദിക്കുവാനും യേശുവിന്റെ നാമത്തിൽ ആ കരുണ ആസ്വദിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം നയിപ്പാൻ വ്യക്തിപരമായി അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അനേകർക്ക് ആശ്വാസമായി അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവിടുത്തെ കൃപയാൽ എല്ലാവരെയും നിറച്ചാട്ട് അനേകരെ ഇത് പഠിപ്പിക്കുവാൻ അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ഭയമുള്ളവരായി ദൈവ മുമ്പാകെ ആയിരിക്കുന്ന അങ്ങയുടെ മക്കളെ ആമേൻ ഇന്ന് പകൽ അവിടെ നൽകിയ ആത്മീയ അധികാരം ഉപയോഗിച്ച് പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ യാത്ര മേപ്പോട്ടാകിയാൽ നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. കർത്താവ്
ഹല്ലേലൂയ. ആമേൻ. അതെ ആമേൻ. അതെ ദൈവത്തിന്റെ കരുണ. ഹല്ലേലൂയ. ആമേൻ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം അവന്റെ കരുണ ആമേൻ നമ്മോട് എത്ര വലിയതാ ദൈവമക്കളെ. ആമേൻ. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിച്ചാട്ട് ഈ വചനങ്ങളാ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ. കർത്താവിന്റെ ദാസി ലീലാമ ജോസ് ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. കർത്താവിനെ സഹായിച്ചല്ലോ. ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, നടത്തുവാൻ കർത്താവ് ഒരുക്കിയനായി നന്ദി പറയുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവിനോട് മാറ്റമില്ലാത്ത ഉപയോഗിച്ചല്ലോ. ഇന്ന് വൽക്കാലം വീടുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനും വീടുകളിലും കാരണം മാറ്റി തീർത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അവസരങ്ങൾ വാഴ്ത്തി അനുഗ്രഹിച്ചല്ലോ. കൃഷിപ്പാൻ ഔഷധത്തിനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചല്ലോ. ക്രൂശിന്റെ മറവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ വാഴ്ത്തി എന്റെ സർവാന്തരമായ വിശുദ്ധ നാമത്തെ വാഴ്ത്തി എൻ മനമേ പോയി വാഴ്ത്തുക. അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കുന്നതിനെ അകർത്തിയൊക്കെ മോചിക്കും സകല രൂപങ്ങളിൽ ഭവിക്കുമാകും നല്ല ചെയ്ത അപ്പന്റെ വചനം വഹിച്ച് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരോട് ആരാധിപ്പാൻ Praise Jesus. ോട് വലുതായിരിക്കാൻ കർത്താവെ അവിടുത്തെ ദൈവത്തെ വിശ്വസ്തയാണല്ലോ കർത്താവെ. ഇന്ന് വൽക്കാലവും ആരാധിപ്പാൻ കൃപവന്നതിനായി സ്തോത്രം ചെയ്യുന്ന കേട്ട വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ കർത്താവ് ഞങ്ങളുടെ വയമേൽ പകരുമാറാകണമേ. വചനമെടുത്തും അതിലെ ആശ്രമിച്ച ഓരോ അപ്പത്തിനോട് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദേശത്തിന്റെ വിവിധ ഇടങ്ങളിൽ വിവിധ ജില്ലകളിൽ വിവിധ പഞ്ചായത്തുകളില് വിവിധ രാജ്യങ്ങളിൽ ഇതിനോട് കർത്താവ് ഇന്ന് വൽക്കാലം വചനം കേട്ട ഇമേഡിയറ്റ് കൂടി കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും അതിന്റെ ജീവിതത്തിനും വിടുതലിന് കാരണമാക്കേണ്ട കർത്താവ് നന്മ ചെയ്യണമേ. ആത്മീയ കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കണമേ. കർത്താവ് കേൾക്കാൻ കഴിയാതെ വന്നുപോയതായ ആ കർത്താവ് അവസ്ഥകൾ എന്താ ഞങ്ങൾ അറിയുന്നില്ല. സ്വർഗത്തിലെ ദൈവം സകലം അറിയുന്നുണ്ടല്ലോ കർത്താവ്. ദിവസങ്ങളില് സുഹൃത്തിന്റെ വിശാലിലേക്ക് കൊണ്ടുവരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരും പോരാടുന്ന എല്ലാ വിധ പോരുകളെയും കർത്താവിനെ അകറ്റുമാറാകണമേ എന്നോ പ്രാർത്ഥിക്കുന്നു. പിന്നെ ശക്തമായ പ്രാർത്ഥനയെ കുടുംബമായി ഉപയോഗിക്കണമേ. കുഞ്ഞുങ്ങളെ കരങ്ങളിട്ട് പാട്ടുവാൻ പ്രാർത്ഥനയെല്ലാം കർത്താവ് ക്രമപ്പെടുത്താനായി സ്തോത്രം. അവരെ പിന്നെയും കർത്താവ് കരങ്ങൾ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട കർത്താവ് സ്നേഹനിരപരമുള്ള എല്ലാ കുടുംബത്തിലെ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണമേ കർത്താവ്. രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കണം, സഹായിക്കണം, വിട്ടുവയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. അതിനെ കേട്ട് കർത്താവ് പാവികൾ മാനസാന്തരപ്പെടുവാൻ അനേക രോഗികൾ സവിക്കപ്പെടാൻ പിന്മാറ്റക്കാർ മടങ്ങി വരിക കർത്താവ്. ദൈവജനം പൂർവാധിക ശക്തി ഭാവിച്ച് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കണം കർത്താവ്. ദിവസങ്ങളിൽ നിന്റെ ജനത്തെ കർത്താവ് ഒരുക്കുമാറാകണം. അതിനായി ഞങ്ങളെ ശക്തീകരിക്കണം, ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് പകൽക്കാലം സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുത്ത എല്ലാവരെയും സ്വർഗത്തിലെ വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഭാരങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ദൈവം അവരെ കൈപിടിച്ചു നടത്തുവാൻ ശക്തനാകുന്നുവല്ലോ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ രോഗികളായി ദുഃഖിതരായി ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച പ്രിയ തോമസ് അബ്രഹാം അണിൽപ്പറമ്പ് അങ്കിളിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ താൻ വ്യക്തിപരമായി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം നീതിയോട് ഉത്തരം അരുളട്ടെ. ആമേൻ തന്റെ മാതാവ് ആമേൻ ആമേൻ ഷുഗർ ആമേൻ കൂടി ആമേൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാരപ്പെട്ടു. ആമേൻ കർത്താവ് കൊടുക്കുന്ന അത്ഭുതകരമായ വിടുതലിനായി സൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. തന്റെ മാതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. തന്റെ ജീവിത പങ്കാളിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തെ ദൈവം ധാരാളമായി മാനിക്കട്ടെ. ജോലി മേഖലയെ അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ മേഖലയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ സജീവ് വർഗീസ് അച്ഛനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ആയിരിക്കുന്നിടത്ത് ആമേൻ വിദേശത്തായിരിക്കുന്നു. കർത്താവിന്റെ ദാസനെയും തന്റെ ജീവിത പങ്കാളിയെയും തന്റെ മക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ കലാ സുനിൽ കുമാറിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽ ആമേൻ വ്യക്തിപരമായി താൻ അഭിമുഖീകരിച്ചു
കൊണ്ടിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം കരുണ കാണിക്കട്ടെ. ഇന്ന് പകൽ നമ്മൾ കേട്ടതുപോലെ ആമേൻ ദൈവത്തിന്റെ കരുണ ആമേൻ ആ ലാസറിന്റെ ഭവനത്തിൽ ദൈവം വെളിപ്പെടുത്തിയതുപോലെ ആമേൻ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ ലൈലാമേന്റെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇവരെല്ലാം വിദേശ രാജ്യങ്ങളിൽ ജോലി തേടി പോയവരാണ്. ആമേൻ അവിടെ സ്വദേശത്ത് നിന്ന് ആമേൻ കുടുംബത്തെയൊക്കെ വിട്ട് ജോലി മേഖലയിലായിരിക്കുമ്പോൾ അവർ വ്യക്തിപരമായി അഭിമുഖീകരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. അതിന്മേലെല്ലാം സ്വർഗത്തിലെ ദൈവം കരുണയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഉയർന്നു പൊങ്ങുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ തകർന്നു പോകാതെ ദൈവത്തിന്റെ ആ കരത്തിന്റെ കീഴിൽ താണിരിക്കുന്ന തക്ക സമയത്ത് ദൈവം അവരെ ഉയർത്തട്ടെ. ആത്മീകമായി ഭൗതികമായി എല്ലാ നിലയിലും ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ആമേൻ സ്വദേശത്ത് നിന്ന് പ്രവാസികളായി പോയി ജോലി ചെയ്ത് നല്ല പ്രായം മുഴുവൻ സമ്പാദിച്ചിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ആമേൻ നാട്ടില് ഭാര്യയും മക്കളും ക്രമക്കേട് കാണിച്ചിട്ട് അവസാനം പ്രായമായി റിട്ടയർഡായി നാട്ടിലേക്ക് വരുമ്പോൾ കിടക്കാടം പോലും ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന എത്രയോ പ്രിയപ്പെട്ടവര് ആമേൻ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ പ്രിയപ്പെട്ടവര് ആമേൻ വിദേശ രാജ്യങ്ങളില് ആമേൻ കഷ്ടം അനുഭവിച്ച് ആമേൻ ദുരിതങ്ങൾ അനുഭവിച്ച് അതിന്റെ നടുവിൽ കർത്താവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ് ആമേൻ അവരായിരിക്കുമ്പോൾ ആമേൻ അവരുടെ കുടുംബം അവരോട് ചേർന്ന്, അവരുടെ തലമുറകൾ അവരോട് ചേർന്ന് അതെ നിത്യതയിൽ കാണുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. അതെ, അവരിൽ പലരും ആമേൻ കർത്താവിനെ സ്നേഹിച്ച് അതെ പത്രോസിനെ അനുഗമിച്ചതുപോലെ, പത്രോസ് ചെയ്തതുപോലെ അവർ ആമേൻ അധ്വാനിക്കുന്നതിന്റെ ഒരു നല്ല ഭാഗം കർത്താവിന്റെ വേലയുടെ ആമേൻ നാമത്തിന് വേണ്ടി, മഹിമയ്ക്ക് വേണ്ടി ഹല്ലേലൂയ ചെയ്യുന്നവരാ. ഹല്ലേലൂയ. അവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ആമേൻ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ വേലയെ സ്നേഹിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതെ, തോമസ് ജോണിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ വ്യക്തിയെ നമുക്ക് പേഴ്സണലായിട്ട് അറിയത്തില്ലെങ്കിലും ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആ മകനോട് ദൈവം കരുണ കാണിക്കട്ടെ. അതുപോലെ സന്തോഷ് പോള് ആമേൻ പേഴ്സണലായിട്ട് നമുക്ക് അറിയത്തില്ല എങ്കിലും കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശോഭന വിജയനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ഏറിയ കൃപ കൊണ്ട് നിറയ്ക്കട്ടെ, കുടുംബമായി മാനിക്കട്ടെ. സ്തുതിയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. കർത്താവിന്റെ ദാസിയെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. അതുപോലെ തന്നെ ആമേൻ അതെ ബിജു PR-നെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ, കരുണയായിരിക്കട്ടെ. ആമേൻ. അജീഷ് വാഴപ്പാറയ്ക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസനെ പേഴ്സണലായിട്ട് നമുക്ക് അറിയത്തില്ലെങ്കിലും അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ അവൻ കണ്ടിരിക്കുകയാണ്. അവരുടേതാകുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം മാനിക്കട്ടെ, മറുപടി കൊടുക്കട്ടെ. ഹല്ലേലൂയ. അഭിഷേക് സതീഷിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. കർത്താവിന്റെ ദാസനെ ദൈവം മാനിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ഇന്ന് പകൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച മറ്റനേക പ്രിയപ്പെട്ടവരുണ്ട്. ആമേൻ. അവരെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഹല്ലേലൂയ. ആരെങ്കിലും ഈ സമയത്ത് രോഗികളായി ആമേൻ ഭാരപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ കരുണാമയനായ ദൈവം അവരോട് കരുണ കാണിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവിടുത്തെ ആദര സ്നേഹത്താൽ ദൈവം നിറയ്ക്കട്ടെ. ഹല്ലേലൂയ. രോഗക്കിടക്കയിലായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. സാമ്പത്തികമായി ആമേൻ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വിടുതൽ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഈ കൂട്ടായ്മയിൽ ആമേൻ ഹല്ലേലൂയ ആ കോൺഫറൻസ് കോളിലൂടെ പങ്കെടുത്ത പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ബിജു PR, ആമേൻ. ലീലാമ്മ ജോസ്, തങ്കമ്മ ജോസ്, ആമേൻ. ഹല്ലേലൂയ. അതുപോലെ തന്നെ കുഞ്ഞമ്മ രാജു, ആമേൻ. ഹല്ലേലൂയ. KSM ഇവരെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എൽ ജോസ് അവറുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് അവസാനം ആമേൻ അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാനുള്ള പാട്ടുപാടി ആശീർവാദം പറയുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനവർക്കാരണമായിരിക്കുന്ന ആരാധന ആമേൻ. കാലരി അനുഭവിച്ചതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും
അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എവിടെയും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ പ്രാപിച്ചെടുത്തുകൊണ്ട് വചനം ഓരോന്നാളും ഞങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിച്ച ബലപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ വചനത്തിന്റെ ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളായിരിക്കുന്ന വിടുതലും ആ മേൽക്കാല കഷ്ടപ്പെടുന്ന ജനത്തിന് വിടുതലും കർത്താവ് കൊടുക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്തു. ലോകത്തിൽ കർത്താവെ ദുഷ്ടന്റെ ശക്തികൾ പ്രബലപ്പെട്ടു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ ശക്തിയോടും പാഠങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുകയും കർത്താവെ ഞങ്ങൾക്കാലം ആരാധനയിൽ പങ്കുചേരണം. ദൈവത്തോടടുത്ത് കർത്താവെ മുഖാന്തരം ഒരുക്കിയിരിക്കുന്നതായ എല്ലാ പ്രിയ മക്കളെയും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ ആത്മീയമായ ഭൗതികമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടുതൽ വായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഭൂമി ഞങ്ങൾക്ക് അവകാശമായി ദൈവത്തിന്റെ സാന്നിധ്യമായിട്ടുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിന്റെയും അവരുടെ സഹായിക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആദ്യങ്ങളെ കർത്താവ് പ്രവർത്തിക്കുവാനാകുന്ന പ്രാർത്ഥിക്കുന്നു. അവയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കാഴ്ച സമർപ്പിക്കുകയാണ്. വചനം സംസാരിപ്പാൻ അവിടെ ബലപ്പെടുത്തുകൾക്കായി സ്തോത്രം. ഇതിലൊരു ആരാധന നിർമ്മിക്കുവാൻ കർത്താവിനെ ഒരുക്കിയ ആമയെ കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യമൊക്കെ കർത്താവ് പ്രവർത്തിക്കണമേ. ദൈവങ്ങളിൽ മുന്നിറങ്ങുന്ന സഹായിക്കണം. കർത്താവെ, ഈ ഡാറ്റ പ്രവർത്തനങ്ങൾ നടത്തി അവരിൽ വേണ്ട എല്ലാ ക്രമീയങ്ങളും ഒരുക്കിയിരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഫലിതാങ്ങൾ കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. കർത്താവെ, ആത്മമായി പൂജ്യമായി കൂട്ടായ്മ കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിമിഷം കൂടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വിടലും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ പ്രാപിച്ച് സ്വർഗ്ഗ സന്തോഷം പ്രാപിച്ച് കർത്താവിന്റെ രാജ്യത്തിന് അവകാശമായി തീരുവാൻ ഓരോ പ്രിയമക്കളെയും അവർ സഹായിക്കണമേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതിനായി സ്തോത്രം. പ്രത്യാശ സഹായിക്കും. ബൗദ്ധമെല്ലാം കഴിഞ്ഞെടുത്ത് യേശു കർത്താവിന്റെ അപേക്ഷിക്കുന്നു. പ്രവൃത്തി കേൾക്കണമേ. സ്വന്തം നല്ല പിതാവേ. മനസ്സായി ഉടയ മകോ അതാരേനെ വന്ദനമീനകാമി മനസ്സായി ഉടയ മകോ അതാരേനെ വന്ദനമീനകാമി. ഇവിടെ കർത്താവായ യേശുവിന്റെ കൃപയും സ്നേഹവും വിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മയും കാവിലെ സുവാസം രാത്രികാരും വൈരം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെയും സകല വിശുദ്ധന്മാരുടെ കൂടി എല്ലായ്പ്പോഴും കാലാവസരം കൂടാതെ രണ്ടാമത്തെ എന്നേക്കുണ്ടായിരിക്കുമാറാകണമേ. വേഗം വരണമേ. ആമേൻ, ആമേൻ. എല്ലാവർക്കും വന്ദനം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ദൈവം അനുവദിച്ചാൽ രാത്രി 8 മണിക്കുള്ള കൂട്ടായ്മയിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരാം. അതുവരെ ദൈവം എല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ഗോഡ് ബ്ലസ് യു.